വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരിടയനും ഒരു ആട്ടിൻകൂട്ടവുമായി തീരണമെന്ന ക്രിസ്തു ദർശനം വളരെ സങ്കീർണമായി വെല്ലുവിളിക്കപ്പെടുന്ന നാളുകളാണ് നമ്മുടെ മുൻപിൽ ഉള്ളത്. ദൂരസ്ഥരും സമീപസ്ഥരുമായിരുന്നവരെയും അന്യരും പരദേശികളുമായിരുന്നവരെയും ഒരു സമൂഹമാക്കി പുതുമനുഷ്യനാക്കി ദൈവത്തോട് നിരപ്പിച്ച അനുരഞ്ജനത്തിൻ്റെ സുവിശേഷമാണ് ക്രിസ്തു ക്രൂശിൽ വെളിപ്പെടുത്തിയത്. എഫെസ്യർ 2:14 മുതൽ 18 വരെ. ആ സുവിശേഷം അറിയിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. സഭ ദൗത്യ നിർവഹണത്തിൽ ഐക്യതയോടെ പ്രവർത്തിക്കണം. യൂണിറ്റി ഇൻ ഡൂയിങ് മിഷൻ. യേശു നിർവഹിച്ച ദൗത്യം തുടരുവാനാണ് സഭയെ വിളിച്ചിരിക്കുന്നത്. മർക്കോസ് 1:21 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ദൗത്യം എന്തായിരുന്നു എന്ന് വിശദമാക്കുന്നുണ്ട്. യേശുവിൻ്റെ ശുശ്രൂഷ 3 വിധത്തിൽ ആയിരുന്നു. 1. യേശു ദൈവവചനം പഠിപ്പിച്ചു, ടീച്ചിങ് മിനിസ്ട്രി. മർക്കോസ് 1:21 യേശു ശബത്തിൽ ഉപദേശിച്ചു എന്ന് വായിക്കുന്നു. യേശുവിൻ്റെ ഉപദേശം എല്ലാം തന്നെ സ്വർഗരാജ്യത്തെക്കുറിച്ചായിരുന്നു. അതോടൊപ്പം പരസ്പരം ഉള്ള ഐക്യതയെക്കുറിച്ചും പഠിപ്പിച്ചു. ഒരിടയനും ഒരു ആട്ടിൻകൂട്ടവുമായി തീരുന്ന ക്രിസ്തു ദർശനം അതിൻ്റെ ഭാഗമാണ്. യോഹന്നാൻ 10:16-17 വാക്യങ്ങൾ. ആരാധനയെക്കുറിച്ച് സംശയം ഉന്നയിക്കുന്ന ശമര്യ സ്ത്രീയോട് കർത്താവ് പറയുന്നത്, ആരാധന യെരുശലേമിലും ശമരിയിലും അല്ല, പിന്നെയോ ആരാധന സത്യത്തിലും ആത്മാവിലും ആയിരിക്കണം. യോഹന്നാൻ 4:24. ഭിന്നിച്ച് ആരാധിക്കാതെ സ്നേഹത്തിലും ഐക്യതയിലും ആരാധിക്കണം എന്ന ഉപദേശമാണ് കർത്താവ് നൽകുന്നത്. കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചത്. അത് ഐക്യതയെ സൂചിപ്പിക്കുന്നു. യോഹന്നാൻ 17:11, 21, 23 വാക്യങ്ങൾ. പൗലോസ് നൽകുന്ന ഐക്യത്തിൻ്റെ സന്ദേശം വളരെ ശക്തമാണ്. ഒരു വിശ്വാസം, ഒരു സഭ, ഒരു ദൈവം, ഒരു ആത്മാവ്, ഒരു സ്നാനം, ഒരു ശരീരം എന്ന പൗലോസ് പറയുന്നത് എഫെസ്യർ 4:4 മുതൽ 6 വരെ. ക്രിസ്തു സഭ ഈ വിധത്തിലായിരിക്കണം. ഐക്യസഭയ്ക്ക് മാത്രമേ സമൂഹത്തിൽ ശരിയായ ഉപദേശം നൽകി മാതൃകയായിരിക്കുവാൻ കഴിയൂ. 2. യേശുവിൻ്റെ ദൗത്യം സൗഖ്യദായക ശുശ്രൂഷ നിർവഹിക്കുക എന്നതായിരുന്നു. ഹീലിംഗ് മിനിസ്ട്രി. പനി പിടിച്ച് കിടന്ന പത്രോസിൻ്റെ അമ്മാവിയമ്മയെ യേശു സൗഖ്യമാക്കി. മർക്കോസ് 1:31. തൻ്റെ അടുക്കൽ കൊണ്ടുവന്ന സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും യേശു സൗഖ്യമാക്കി. നാനാവ്യാധികളാൽ വലഞ്ഞ അനേകർക്ക് യേശു സൗഖ്യം നൽകി. മർക്കോസ് 1:32 മുതൽ 34 വരെ. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ തുടർച്ചയായിരുന്നു അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ. പത്രോസ് കടന്നു പോകുമ്പോൾ അവന് നിഴൽ എങ്കിലും രോഗികളുടെ മേൽ വീഴേണ്ടതിന് അവരെ വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കയിന്മേലും കിടത്തിയിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം വാക്യം. സഭയെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ചെല്ലുന്ന ഇടങ്ങളിൽ അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് പറവീൻ. ലൂക്കോസ് 10:9. ഐക്യതയോടുകൂടിയ പ്രവർത്തനത്തിന് മാത്രമേ രോഗബന്ധനങ്ങളെ അഴിക്കുവാൻ കഴിയൂ. നാം ഒന്നിച്ചു നിൽക്കുമ്പോൾ സാത്താൻ തോറ്റോടും. 3. യേശു അശുദ്ധാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും മേൽ വിജയം നേടി. മർക്കോസ് 1:23 മുതൽ 26 വരെ. അശുദ്ധാത്മാക്കളും ഭൂതങ്ങളും സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ പരിതാപ അവസ്ഥയെ ആണ്. മനുഷ്യനെ മനുഷ്യനെ അല്ലാതാക്കി തീർക്കുന്ന എല്ലാ തിന്മകൾക്കും എതിരായി വിശ്വാസി നിലകൊള്ളണം. ആൾക്കൂട്ട കൊലപാതകം, ദുരഭിമാനക്കൊല, നരബലി, ഇഷ്ടമുള്ള ആഹാരം കഴിക്കുന്നതിനെതിരെയുള്ള കൊലപാതകം, ലൈംഗിക പീഡനങ്ങൾ, പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ, അഴിമതി, സുവിശേഷ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങിയുള്ള പലവിധ പൈശാചിക പ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഈ സാഹചര്യങ്ങളിലെല്ലാം ക്രൈസ്തവ സഭ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. 1979 ഭാരതത്തിലെ ക്രൈസ്തവർക്കെതിരായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച
OP ത്യാഗി ബിൽ എന്നറിയപ്പെട്ട മതസ്വാതന്ത്ര്യ ബില്ലിനെതിരായി സഭ ഒരുമിച്ച് നിന്നു. അന്ന് നടത്തിയ പ്രതിഷേധ റാലി ഇത്തരണത്തിൽ നാം ഓർക്കണം. അന്ന് രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ നടന്ന പ്രതിഷേധത്തിൻ്റെ ഫലമായി OP ത്യാഗി ബിൽ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാതെയാണ് പിൻവലിച്ചത്. സമൂഹത്തിൽ കാണുന്ന എല്ലാ പൈശാചിക പ്രവർത്തനങ്ങൾക്കും എതിരെ നിലകൊള്ളുക എന്നത് കർത്താവിൻ്റെ ദൗത്യത്തിൻ്റെ തുടർച്ചയാണ്. ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യ നിർവഹണത്തിനായി നമുക്ക് ഒത്തൊരുമിച്ച് അധ്വാനിക്കാം. വിശ്വാസ സമൂഹത്തിൻ്റെ ഐക്യതയോടെയുള്ള പ്രവർത്തനം യേശുനാഥൻ്റെ നാമം മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കർത്താവെ, ഒരിടയൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള ആട്ടിൻകൂട്ടമായി ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ എന്നെയും പ്രാപ്തനാക്കണമേ. ആമേൻ.